ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയം ദൈവം ഒരിക്കലും ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് സ്വന്തം സഹോദരങ്ങളെക്കാൾ അപ്പുറമായിട്ട് വളരെ സ്നേഹത്തിലും പരസ്പരം ബഹുമാനത്തിലും എല്ലാ നിലയിലും അവസാന നിമിഷം വരെയും ഞങ്ങൾ കാണപ്പെട്ടു. ഞങ്ങൾ 1 വർഷം ആണ് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വന്നത്. 1974. എന്നാൽ പ്രിയപ്പെട്ട ഈ പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ 4 വയസ്സിൽ ദൈവത്തിൻ്റെ വീട്ടിൽ വന്നതാണ്. താൻ ഒരു സന്ദർഭത്തിൽ കാര്യം പറയുകയുണ്ടായി. തൻ്റെ പിതാവിനോട് കൂടെയായിരുന്നു ഈ പ്രിയ മകൻ. പിതാവിനെ ഈ മകൻ്റെ കയ്യിൽ നിന്നും ട്രാൻസ്ഫറാക്കി മാറ്റിയപ്പോൾ ആ ബാബു പാസ്റ്റർ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ വളരെ കരഞ്ഞു, നിലവിളിച്ചു. അപ്പോൾ ഒരു സിസ്റ്റർ വന്ന് ഒരു മാങ്ങ എടുത്ത് തൻ്റെ കൈ കൊടുത്തു. ആ മാങ്ങ കൈ കിട്ടിയപ്പോൾ പിതാവിനെ അങ്ങ് മറന്നു. അന്ന് പട്ടിണിയും കഷ്ടവുമായ അവസ്ഥയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മാങ്ങ കൈ കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം ഉളവാക്കുന്ന ഒരു അനുഭവമാണ്. അത് ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു പ്രിയ പിതാവ് ജനനം മുതൽ, അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വളർന്നു വന്നത്. പിതാവിൻ്റെയോ മാതാവിൻ്റെയോ സ്നേഹം എന്താണെന്ന് അറിയാതെ വളർന്നു വന്നതായ പ്രിയപ്പെട്ട മകൻ. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും എന്നോട് പറയും, എന്നെ കൂടെ പറഞ്ഞയച്ചിട്ട് പോകാവേ എന്ന് പറയും. കാരണം തൻ്റെ പിതാവ് പറക്കോട്ട് കർത്താവിൻ്റെ വേല ചെയ്യുമ്പം ഞാൻ അന്ന് കടമനാട്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുകയാണ്. താൻ സൗഖ്യമില്ലാതെ രോഗിയായി തന്നെ ശുശ്രൂഷിക്കാൻ ഞാൻ എല്ലാ ദിവസവും ഞാൻ പറക്കോട്ട് പോകുമായിരുന്നു. അവസാന ഘട്ടത്തിൽ താൻ എൻ്റെ കയ്യിൽ കിടന്നാണ് ആ പിതാവ് മരിക്കുന്നത്. മരണസമയത്ത് ഞാൻ തൻ്റെ എൻ്റെ കയ്യിലോട്ട് ഞാൻ എടുത്തു വെച്ചു. അവിടെ വെച്ച് പറക്കോട്ട് വെച്ച് താൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അന്നു മുതൽ താൻ പറയും, എൻ്റെ പിതാവിനെ പറഞ്ഞയച്ചല്ലോ, എന്നെ കൂടെ അയച്ചിട്ടേ പോകാവൂ എന്ന് താൻ പറയും. ഞങ്ങൾ ചിന്തിക്കുകയാണ്, കഴിഞ്ഞ സൗഖ്യയിലായ സമയത്ത് തന്നെ കാണുവാനായി ഞാൻ വന്നു. ഏകദേശം അരമണിക്കൂറോളം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ചില ഭാരങ്ങൾ, ചില വിഷമങ്ങൾ ഒക്കെ ഷെയർ ചെയ്യാനിടയായി. അതുപോലെ പിന്നീട് സംസാരിച്ചിട്ടേ ഇല്ല എന്ന് കേൾക്കാനിടയായി. ആ നിലയിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എവിടെ പോയാലും ശരി എൻ്റെ കാര്യം താൻ എടുത്ത് പറയും. ഞാനും അതുപോലെ പ്രിയപ്പെട്ട ഈ പിതാവിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയാറുണ്ട്. കാരണം ഇനി 74 വർഷത്തിൽ കർത്താവിൻ്റെ വേല ചെയ്ത പാസ്റ്റർമാരിൽ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 2 പേരായിരുന്നു. എപ്പോഴും ഞങ്ങൾക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. പലരും പറഞ്ഞ പോലെ വേറെ വളരെ ഉണ്ട്, ഗുരുക്കന്മാർ ധാരാളമുണ്ട്, പിതാക്കന്മാർ ഏറെയില്ല. എല്ലാ ജനത്തെയും അറിയാവുന്നവരും അവിടെ കഷ്ടാവസ്ഥ അറിയാവുന്നവരും അവിടെ ആയ ദൈവവേലയ്ക്ക് വേണ്ടി സഹായിച്ച ദൈവമക്കളെ അറിയുന്നവരെന്ന് ചുരുക്കമാവും. അതാണ് പല ദൈവമക്കൾ വന്ന് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഞങ്ങളെ അറിയുന്നവരെല്ലാം പോവുകയാണല്ലോ എന്ന്. വാസ്തവമായി പറഞ്ഞാൽ ഈ തിരുവല്ല സെൻറ്ററിൽ ഈ അപ്പൻ ഇരുന്നാൽ മതി, ഒരു ശുശ്രൂഷയും ചെയ്തില്ലെങ്കിലും ഒരു നിറവാണ്, ഒരു അനുഗ്രഹമാണ്. തൻ്റെ അടുക്കൽ വരുന്നവർക്ക് മുമ്പ് രാജു പറഞ്ഞ പോലെ തൻ്റെ അടുക്കൽ വരുന്നവർക്ക്
ആശ്വാസം പ്രാപിച്ച് കടന്നു പോകാൻ കഴിയും. അത്ര മാത്രമായൊരു അനുഭവം, എന്നെക്കുറിച്ച് വലിയൊരു കരുതൽ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. താൻ എന്നോട് ലാസ്റ്റിൽ പറഞ്ഞത്, 50 വർഷം കൊണ്ട് പ്രസംഗിക്കുന്നല്ലോ, ഇനി പ്രസംഗിക്കേണ്ട, ഇനി ആരെയും ഉണ്ടെങ്കിൽ പ്രസംഗിച്ചിട്ട് ലാസ്റ്റിൽ സ്തോത്രം ചെയ്ത് നിർത്തിയാൽ മതി. ഞങ്ങൾ കർത്താവിൻ്റെ വേദിക്ക് വന്നിട്ട് 50 വർഷം കഴിഞ്ഞ് 51 പ്രവേശിച്ചു. എന്നാൽ നമ്മുടെ MD അപ്പച്ചൻ ബഹുമാനപ്പെട്ട ചീഫ് പാസ്റ്റർ 73 ഞങ്ങളുടെ കഴിഞ്ഞ 1 വർഷം മുൻപ് കർത്താവിൻ്റെ വേദിക്ക് വന്നു. 71 വേറെ ആരും ഈ വേലയിലില്ല. 74 ഈ ശുശ്രൂഷയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അതിൻ്റെ പുറകിൽ വന്ന വേലക്കാരാണ്. ഞങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തി തനിയാക്കി. ഞങ്ങളുടെ എപ്പോഴും ബന്ധവും സ്നേഹവും ഉണ്ടായിരുന്നു, കരുതലുണ്ടായിരുന്നു, എപ്പോഴും ഒരു കരുതൽ. ഞങ്ങൾ എന്തെങ്കിലും കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രിയപ്പെട്ട അപ്പനോട് പറയും, തൻ്റെ കാര്യം എന്നോട് പറയും. അതുപോലെ ഷെയർ ചെയ്യാൻ ഇന്നാൾ ചുരുക്കമാണ്. ഭാരം കേൾക്കാൻ, നമ്മുടെ അവസ്ഥ അറിയാൻ എന്ന് ആരുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എങ്കിലും തൻ്റെ ജീവിതത്തിൽ ദൈവം നന്മയാൽ ചെയ്തു, ദോഷമായിട്ടൊന്നും ചെയ്യില്ല. തൻ്റെ ജീവിതത്തിൽ ലാസ്റ്റിൽ പറഞ്ഞൊരു അനുഭവം, താൻ കേൾവി അല്പം കുറവുള്ള ഒരു അപ്പനാണ്. അപ്പോൾ കണ്ണിനും കാഴ്ചയും കുറഞ്ഞു. ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി മാറി, മറ്റേ വലത്തെ കണ്ണിനും കാഴ്ച ഭാഗ്യമായി കുറഞ്ഞു വരുന്നു. കണ്ണും കാതുമില്ലാതെ ഞാൻ എങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യും എന്ന് പറഞ്ഞ് താൻ ദുഃഖിച്ചു. ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പിരിഞ്ഞതാണ്. ഏതായാലും ശരി, ദൈവം തക്ക സമയത്ത് ദൈവസന്നിധിയിൽ തൻ്റെ മകനെ ആ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിച്ചല്ലോ എന്നോർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഇന്നിവിടെ വരുമെന്ന് ഒരിക്കലും പോലും വിചാരിച്ചില്ല. അത്രമായി ശാരീരികമായി അല്പം ബുദ്ധിമുട്ടും കഷ്ടമൊക്കെ ആയിരുന്നു. എങ്കിലും ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ് പാസ്റ്റേഴ്സിൻ്റെ അനേക ദൈവമക്കളുടെയും ശുശ്രൂഷകളെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം ഇന്നയോളം എന്നെയും ദൈവം നടത്തി. ഇനിയുള്ള ശ്രേഷ്ഠരായ ശുശ്രൂഷകരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഉള്ള ശുശ്രൂഷകരെല്ലാം ദൈവം പിതാക്കന്മാരുടെ മാതാക്കളുടെ ആ ദൈവം ആത്മാവിനെ ദൈവം കൊടുക്കട്ടെ. എല്ലാവരെയും ദൈവം മാനിക്കട്ടെ. സകല കൃപ കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഒരു സിസ്റ്റർ തൃശ്ശൂർ സെൻട്രൽ മദറായി കർത്താവിന് വേല ചെയ്യുന്നു. മൂത്ത സഹോദരൻ ഈ കൂട്ടായ്മയിൽ വിശ്വസ്ത സഹോദരൻ വിശ്വാസിയായി അവർ ജീവിക്കുന്നു. ദൈവം അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് യേശുവിലേക്ക് നമുക്ക് അടുക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ബ്രദർ സാംസൺ തിരുവല്ല.